ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വണ്ടിയാണ് കൊണ്ടുവന്നത്. ഈ വണ്ടി ഏതാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടോ? ഇത് നമ്മുടെ റോബിൻ ബസ്സാ. റോബിൻ ബസ്സിൻ്റെ ചരിത്രം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ? ഇന്ന് നമ്മൾ ഈ ബസ്സിലാണ് ട്രിപ്പൊക്കെ പോണേ. വഴിയിൽ വെച്ച് കുറേ ചെക്കിങ്ങൊക്കെ ഉണ്ടാവും, MVD ഒക്കെ വഴിയിൽ നിൽക്കുന്നുണ്ടാവും. നമ്മൾ അതൊക്കെ മറികടന്ന് പോവും. ഞാൻ പിന്നെ കേരള ട്രാഫിക് മോഡും കൂടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നിങ്ങൾക്ക് ലൈലൻഡിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ കാണാൻ പറ്റും. അതിപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയിൽ ആൾക്കാരൊന്നും ഇല്ല കേട്ടാ. ഓ, അടി തട്ടിയില്ലോ. വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. അത് സീനില്ല. മെയിൻ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അങ്ങ് പടച്ചുവിടാം. ഓ, വണ്ടിയുടെ അടി നന്നായിട്ട് തട്ടുണ്ട്. അതെ, മുമ്പിൽ MVD നിൽക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ ഒളിച്ച് നിൽക്കുക അവന്മാർ. പക്ഷെ നമ്മൾ തടഞ്ഞു നിർത്തിയില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്ക് ഇവിടെ നിന്ന് പടച്ച് പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പോൾ ഞാൻ എങ്ങോട്ടേക്കാണ് പോണേന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്ങോട്ടേക്കാണ് പോവാണ്. ഗൂഗിൾ മാപ്സ് വഴി കാണിക്കുന്നുണ്ട്, അത് നോക്കി അങ്ങ് പോവുക. ഇത് പിന്നെ മാപ്പിൻ്റെ മോഡാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം മോഡ് കയറ്റിയേക്കാം. ഇതെന്നാലും എന്തുട്ട് വഴിയാ, ഫുള്ള് 6 വഴിയാ. ശരിക്കും മറ്റേ വീഗാലാൻഡിൽ പോണ പോലെയുണ്ട്, ഫുള്ള് ചെരിവൊക്കെ ആയിട്ട്. ഇവിടെ ഇപ്പം മഴയും കൂടിയും പെയ്തുട്ടാ, അതിൻ്റെ കൂടിയും കുറവുണ്ടായിരുന്നുള്ളൂ. വണ്ടിയുടെ അടി പക്ഷെ നന്നായിട്ട് തട്ടുണ്ട്, തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഇതാ മറ്റേ ബസ്സാണ് കേട്ടാ. ബസ് സിമുലേറ്ററിൽ ഒരു ബസ് ഉണ്ടാവില്ലേ, അതാ. അതിൽ ഞാൻ ജസ്റ്റ് റോബിൻ ബസ്സിൻ്റെ ലിവറി അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവിടെ വഴി നിന്നൂലോ. എനിക്ക് ചെറുതായിട്ട് വഴി തെറ്റിന്നാ തോന്നണേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് തിരിക്കാം. ഇവിടെ ഇപ്പോൾ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ KSRTC-കാരനെ എന്തിൻ്റെ കട? ഞാനിപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ വണ്ടി മേടിച്ചു. അവർക്ക് പക്ഷെ എന്ത് തോന്നിയ സമയമെങ്കിലും കാണിക്കാം, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് തിരിച്ച് പോവാം. നമുക്കിവിടെ വഴി തെറ്റി. അയ്യോ, MVD ഇങ്ങോട്ടേക്ക് വന്നല്ലോ. എന്നെ പിടിക്കാനാണോ വന്ന്? അതെനിക്കറിയില്ല. നമുക്കിവിടെ നിന്ന് പടച്ചു വിടാം. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് തിരിഞ്ഞേ, ഇനി ഇവിടെ നിന്ന് നേരെ പോവാം. ഈ വഴി എങ്ങോട്ടേക്കാണോ പോവുക? നോക്കി നോക്കാം. മുമ്പിൽ പിന്നെ വലിയൊരു വളവൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ വലിയ വളവിലങ്ങ് നൈസായിട്ട് ഓവർടേക്ക് ചെയ്യാം. മുമ്പിൽ പിന്നെ വണ്ടിയൊന്നും വരണ്ടായിരുന്നില്ല. എനിക്ക് എന്താണാവോ വളവിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം റിസ്ക് ആണെന്ന് എനിക്കറിയാം, പക്ഷേ വളവിൽ ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യാറില്ല കേട്ടാ, ഗെയിമിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ പിന്നെ മുമ്പിൽ നല്ലൊരു വഴിയാണ്. നമുക്ക് പറ്റിയെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഇതൊരിക്കും ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ 180 കാണിക്കുന്നത് കേട്ടാ. ഇവിടെ മുമ്പിൽ ഇറക്കുന്നുണ്ട്, പക്ഷേ ഇത് 180 മേലെ പോണില്ല. അപ്പോൾ 180 ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. പിന്നെ വേറൊരു കാര്യം, ഈ വണ്ടിക്ക് വലിയ കാര്യമായിട്ട് കൺട്രോളൊന്നും ഇല്ല, പെട്ടെന്ന് സ്കിഡാവും. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഈ വണ്ടിക്ക് ടേണിങ് റേഡിയസും കുറവാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ഇപ്പം എന്താണ്ടായേ? ആ ബസ്സിനെ പോട്ടി ഇടിച്ചാനെ, ജസ്റ്റ് മിസ്. അയ്യോ, ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം നല്ല ഇടി അടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടിക്ക് വലിയ കൺട്രോളൊന്നും ഇല്ലയെന്ന്, അതുതന്നെയാണ്. നേരെ മറിച്ച് മറ്റേ ടാറ്റയുടെ KSRTC ഇല്ലേ, അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാനിപ്പോൾ 200 കിലോമീറ്റർ സ്പീഡിൽ പോയാലും അതിന് കൺട്രോൾ കിട്ടും. ഒരു മിനിറ്റ്, ഇതിപ്പോൾ എന്താണ്ടായേ? വീണ്ടും വഴി നിന്നൂലോ. പക്ഷെ മുമ്പിൽ മറ്റേ സംഭവം ഉണ്ട് കേട്ടാ. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റണില്ല. ഇത് ഏത് പൊട്ടനായി മോഡ് ഉണ്ടാക്കിയേ? ഇതിപ്പോൾ ഞാനെങ്ങനെ ഗെയിം കംപ്ലീറ്റ് ചെയ്യുക? ഇവിടെ ഇപ്പോൾ സൈഡിൽ കൂടെ പോകാനും പറ്റില്ല. ഒരു മിനിറ്റ്, നമുക്ക് ചാടി കിടക്കാൻ പറ്റുമോ? ഓ, ചാടി കിടക്കാനും പറ്റില്ല. നമ്മൾ പക്ഷേ ഈ മാപ്പില്ലേ അത് കംപ്ലീറ്റ് ചെയ്തു, അത് മതി. ഇവിടെ എന്തോ ഒരു ബഗ് ഉണ്ടായി.